ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗ വീട്ടിലേക്ക് എത്തി ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് അരികിലെത്തിയ മാളൂട്ടി ഗംഗയുടെ കാര്യം എന്താണെന്ന് അന്വേഷിക്കുന്നു. ഗംഗ വിഷമത്തോടെ മാളൂട്ടിയോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നു. എല്ലാം കേട്ടതിനു ശേഷം മാളൂട്ടി ഗംഗയോട് പറഞ്ഞു, ഗംഗ വിഷമിക്കേണ്ട, അച്ഛന് ഗംഗയെ അറിയാമല്ലോ, അങ്ങനെയൊന്നും ഗംഗ ചെയ്യില്ലെന്നും അച്ഛനറിയാം. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരു കാരണവശാലും ഗംഗയോട് ആ രീതിയിൽ പെരുമാറില്ല. ഇന്ന് ആ ദേഷ്യത്തിൽ നിന്നപ്പോ പെട്ടെന്ന് അവരുടെയൊക്കെ മുന്നിലായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതായിരിക്കും. ഗംഗ വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മാളൂട്ടി ഗംഗയെ സമാധാനിപ്പിച്ചു. എന്തായാലും ഗംഗ ഇവിടെ ഇരിക്കെ, ഞാനേ എന്റെ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഗംഗയുടെ അരികിൽ നിന്ന് മാളൂട്ടി വേഗം പോകുന്നു. ഈ സമയത്ത് അവിടെ നിന്നിരുന്ന ഗൗരി വേഗം തന്നെ ഗംഗയെ നോക്കി വിളിച്ചു. ഗംഗയെ ആ വിളി കേട്ടതും ഗംഗ പെട്ടെന്ന് ഗൗരീശി എന്ന് വിളിച്ച് ചാടി എഴുന്നേറ്റു. ഗംഗയെ, നീ എന്തെങ്കിലും വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചതും ഗംഗയോട് അതിന്റെ കാരണം എന്താണെന്ന് ഗൗരി അന്വേഷിച്ചത് കേട്ട് ഗംഗ പറഞ്ഞു, ഗൗരീജി അറിയാവല്ലോ, ഇന്ന് ഇവിടുന്ന് സംഭവങ്ങളൊക്കെ ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാവരും എന്നെ കുറ്റവാളിയാക്കാനാണ് നോക്കുന്നത്. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നും എനിക്കറിയില്ല. എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും മാത്രമാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. നീ വീട്ടിൽ വന്നു കയറിയ നാൾ മുതൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്നും കുറ്റമേൽക്കേണ്ട അവസ്ഥയാണ്. അത് കേട്ട ഉടനെ ഗൗരി പറഞ്ഞു, എങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അവസാനം നിന്റെ നിരപരാധിത്വം എന്താണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടാറുണ്ടല്ലോ എന്ന് ചോദിച്ചതും അത് ശരി തന്നെയാണെന്ന് ഗംഗ സമ്മതിച്ചു. എങ്കിലും ഇത്തവണ മഹിയേട്ടൻ പോലും എന്നെ തെറ്റിദ്ധരിച്ചില്ലേ ഗൗരീശി? ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? സത്യത്തിൽ മഹിയേട്ടനോടും മാളുവിനോടുമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ വീട്ടിൽ ഇപ്പോഴും ഞാൻ നിന്നു പോകുന്നത്. കടിച്ചു പിടിച്ചു നിൽക്കുന്നത് ആ കാരണത്താലാണ്. ഇവിടെയുള്ളവർ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനായി പല വഴികളും നോക്കുന്നുണ്ട്. പല കുറ്റങ്ങളും എന്റെ മേൽ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഗംഗ അറിയിച്ചു. അത് കേട്ടതും ഗൗരി പറഞ്ഞു, ഇത്തവണയും നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ അതിന്റെ യഥാർത്ഥ കുറ്റക്കാരാരാണെന്നുള്ള സത്യം നമുക്ക് തെളിയിക്കാം. നീ വിഷമിക്കാതെ, അതാരാണെന്ന് നമുക്ക് കണ്ടെത്താം എന്ന് ഗംഗയോട് ഗൗരി പറഞ്ഞു. അതിന് എന്താ ഗൗരീച്ച് നമ്മൾ ചെയ്യുക എന്ന് ചോദിച്ചതും ഗൗരിയോട് ഗംഗ ആശങ്കയോടെ ചോദിക്കുന്നത് കേട്ട് ഗൗരി പറഞ്ഞു, തൽക്കാലം നീ വിഷമിക്കാതെ ഇവിടെ ഇരിക്കേ, എന്താ വേണ്ടെന്ന് ഞാൻ പറയാം. എന്തായാലും മഹിയേട്ടൻ ഗംഗയെ ഒരിക്കലും അവിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ഗംഗയെ സമാധാനിപ്പിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഐശ്വര്യയും രാഹുലും മഹിയും ഒക്കെ വീട്ടിലേക്ക് വന്നതോടെ ഗംഗ വാതുക്കൽ നിന്ന് മഹിയോട് ചോദിച്ചു, മഹിയേട്ട എങ്ങനെയുണ്ട് അമ്മയ്ക്കിപ്പോ? അത് കേട്ടതും ഉടനെ അരികിലേക്ക് എത്തിയ രേഷ്മ ദേഷ്യത്തോടെ പറഞ്ഞു, അതെ, നീ വലിയ നല്ല വിള ചമയൊന്നും വേണ്ട. നീയല്ലേ അമ്മയെ ഈ അവസ്ഥയിലാക്കിയത്. നീ അമ്മയ്ക്ക് കൊടുത്ത ജ്യൂസിൽ വിഷം കലർത്തിയിട്ടല്ലേ കൊടുത്തത്. അതുകൊണ്ടല്ലേ അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത് എന്ന് ചോദിച്ചു. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. എന്തായാലും നീ ഇത്രയ്ക്ക് ദുഷ്ടയാന്ന് ഞാൻ കരുതിയില്ല എന്നെല്ലാം ദേഷ്യത്തോടെ രേഷ്മ പറഞ്ഞു. അതെല്ലാം കേട്ടതും ഗംഗ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല രേഷ്മേച്ചി. രേഷ്മേച്ചി എന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നതാ എന്ന് പറഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, ഇവളെ ശരിക്കും ഇവിടുന്ന് ഇറക്കി വിടുക ചെയ്യേണ്ടത്. ഒരു നിമിഷം പോലും ഈ വീട്ടിൽ ഇവളെ നിൽക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഗംഗ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ അമ്മയ്ക്ക് ആ ജ്യൂസ് കൊടുത്തതേ ഉള്ളൂ, അല്ലാതെ അത് ഞാനൊന്നും കലർത്തിയിട്ടില്ല എന്ന് ഗംഗ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ രേഷ്മ പറഞ്ഞു, ഇവളെ വെറുതെ അല്ല വിടേണ്ടത്, വിളിച്ച് പോലീസിൽ ഏൽപ്പിക്കുക ചെയ്യേണ്ടത്. ഇവളെ പോലെ ഇതുപോലെയൊക്കെയുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഒരു കാരണവശാലും വെറുതെ വിടരുത്. അല്ലെങ്കിലും ഇവള് ഇതൊക്കെ ചെയ്യുന്നത് ഒരിക്കലും അതിന് അതിശയപ്പെടാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, അല്ല, ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യണം എന്നതായിരുന്നു ഗംഗയുടെ ചോദ്യം. അത് കേട്ടതും ഉടനെ തന്നെ രേഷ്മ പറഞ്ഞു, അതെ, നീ ഇതെന്തിനാ ചെയ്യുന്നതെന്നോ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. നീ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ പിന്നിലുള്ള കാരണം ഈ സ്വത്തൊക്കെ നിനക്ക് തട്ടിയെടുക്കണം. ഈ വീട്ടിലെ ഏറ്റവും വലിയ അധികാരിയൊക്കെയായി മാറിയിരിക്കുന്നത് അമ്മയാണല്ലോ. അമ്മയുടെ ആ സ്വത്തും ഈ വീട്ടിലെ അധികാരവും ഒക്കെ നിനക്ക് നേടിയെടുക്കണം. അതിനുവേണ്ടിയല്ലേ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത്. അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീടിന്റെ അടുത്ത അവകാശി നീയായി മാറുമല്ലോ. അതിനുവേണ്ടിയല്ലേ നീ ഇങ്ങനെയൊക്കെ കാണിച്ചത്. എന്തായാലും ഇത് വളരെ കൂടുതലായി പോയി ഗംഗെ എന്ന് പറഞ്ഞ് രേഷ്മ ഗംഗയുടെ നേരെ ദേഷ്യപ്പെടുന്നത് കേട്ട് ഉടനെ ഗംഗ പറഞ്ഞു, എന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നതാ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. മഹിയേട്ടനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞ് ഗംഗ മഹിയോട് അപേക്ഷിക്കുന്നത് പോലെ സംസാരിക്കുമ്പോൾ രേഷ്മ പറഞ്ഞു, നിർത്ത്, നിന്റെ ഈ കണ്ണീരൊക്കെ ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ വെറുതെ ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയൊന്നും വേണ്ട. നിന്റെ അഭിനയൊക്കെ ശരിക്കും എനിക്ക് മനസ്സിലാവുന്നു. ഐശ്വര്യയുടെ സംസാരം കേട്ടതും ഗംഗ ആകെ വിഷമത്തിലായി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മഹീറിന് എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്ന് ഐശ്വര്യ മഹിയോട് ചോദിച്ചു.
ഇവളെ ഇനി ഈ വീട്ടിൽ നിർത്താനാണോ മഹിയുടെ തീരുമാനം എന്ന് ചോദിച്ചതും മഹി പറഞ്ഞു, ഇക്കാര്യത്തിൽ ഗംഗയുടെ നിരപരാധിത്വം ഇതുവരെയായിട്ടും ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ ആരാണ് കാരണക്കാരെന്നും തിരിച്ചറിയാനായിട്ടില്ല. ഇത് ഗംഗയാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ ഗംഗയ്ക്ക് കിട്ടുക തന്നെ ചെയ്യും. ഇത് ആര് ചെയ്തതാണെന്ന് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇത് ആര് ചെയ്തതാണെങ്കിലും അവരുടെ സ്ഥാനം പിന്നെ ഈ വീടിന് പുറത്താണ്, അക്കാര്യത്തിൽ മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ നിന്ന് പോകുന്നു. ഗംഗ ആകെ നിരാശയോടെ അവിടെ സങ്കടപ്പെട്ടിരുന്ന് കരയുമ്പോൾ വിഷമത്തോടെ ഗംഗ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ഗൗരി എത്തുന്നു. ഗൗരിയുടെ ആത്മാവ് ഗംഗയെ വിളിച്ചു. ഗൗരിച്ചി എന്ന് വിളിച്ച് ഗംഗ വേഗം ചാടി എഴുന്നേറ്റതും ഗൗരി പറഞ്ഞു, ഗംഗെ നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അയ്യേട്ടൻ നിന്നെ വീണ്ടും വഴക്ക് പറഞ്ഞോ എന്ന് ചോദിച്ചിട്ടും ഗംഗ പറഞ്ഞു, മഹിയേട്ടൻ തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായിരുന്നു എന്നും ഹോസ്പിറ്റലിൽ വെച്ചുള്ള മഹിയുടെ തീരുമാനത്തെക്കുറിച്ചും വീട്ടിൽ വന്നതിന് ശേഷം മഹി എല്ലാവരോടും പറഞ്ഞ കാര്യവും എന്താന്ന് ഗംഗ ഗൗരിയെ അറിയിച്ചു. എല്ലാം കേട്ടതിന് ശേഷം ഗൗരി പറഞ്ഞു, അതിനെന്താ, നിന്റെ നിരപരാധിത്വം നമുക്ക് തെളിയിക്കാം. ഞാൻ പറയുന്നത് പോലെ ചെയ്യുമോ എന്ന് ഗംഗയോട് ഗൗരി അന്വേഷിച്ചു. എന്താ എന്താ ഗൗരീച്ചി ഞാൻ ചെയ്യേണ്ടത്, ഗൗരീച്ചി പറ എന്ന് പറഞ്ഞപ്പോ ഗംഗയോട് ഗൗരി പറഞ്ഞു, എന്നാൽ നീ ഇരിക്കുന്ന ആ ചൂറിലിങ് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞതും ചൂറിലോ എവിടെ, ദാ അവിടെ വലത് സൈഡിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ആ കബോർഡിനകത്ത് ഇരിക്കുന്ന ആ ചൂറില് വേഗം എടുത്തോണ്ട് ഗംഗ എത്തി. ഇനി എന്താ ഗൗരീശി എന്ന് ചോദിച്ചിട്ടും ഇനി എന്താ ചെയ്യുന്നത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഗംഗ വേഗം ആ ചൂരിലുമായിട്ട് ശ്രേയയുടെ അരികിലേക്ക് പോകാനായി അറിയിച്ചു. ശ്രേയയുടെ അരികിലേക്ക് ഗംഗ ആ ചൂരിലും എടുത്തുകൊണ്ട് ശ്രേയയുടെ മുന്നിലേക്ക് ചെന്നു നിന്നു. ശ്രേയ ഈ സമയത്ത് റൂമിലിരുന്ന് തന്റെ മൊബൈലില് ഓരോന്നും കണ്ടു അങ്ങനെ ആസ്വദിച്ചിരിക്കുന്ന സമയത്താണ് കയ്യിൽ ചൂരിലും പിടിച്ചുകൊണ്ട് ഗംഗ അവരുടെ ശ്രേയയുടെ മുന്നിലേക്ക് എത്തിയത്. ഗൗരി ഗംഗയോട് പറഞ്ഞു, ഇനി ശ്രേയയോട് ചോദിക്ക്, അവൾ സത്യം പറയുമെന്നറിയാം, നീ അവളുടെ അരികിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഗംഗ ആ ചൂരിലും പിടിച്ചുകൊണ്ട് ശ്രേയയുടെ മുന്നിലേക്ക് ചെന്നു നിന്നു. ശ്രേയ ഉടനെ തന്റെ മുന്നിൽ ചൂരിലുമായിട്ട് നിൽക്കുന്ന ഗംഗയെ കണ്ടു. അപ്പോഴേക്കും ഗൗരി പറഞ്ഞു, ശ്രേയക്ക് ചൂരിൽ പേടിയാ, അതുകൊണ്ട് നീ ഇതുമായിട്ട് മുന്നിൽ പോയി ചെന്ന് നിൽക്ക് എന്നറിയിച്ചപ്പോ ശ്രേയ ചൂരിൽ കണ്ടതോടെ വല്ലാതെ ഭയന്നു. ഉടനെ തന്നെ ഗംഗയുടെ നേരെ ശ്രേയ ചോദിച്ചു, നീ എന്താടി ചൂരിലൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്? എന്താടി എന്നെ പേടിപ്പിക്കാനാണോ എന്നൊക്കെ ശ്രേയ ഗംഗയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും ഗംഗ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ, ഞാൻ ചോദിച്ചു കേട്ടില്ലേടി, നീ എന്ത് ചെയ്യാൻ പോവാന്ന്? നിനക്കെന്താ, തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ ഗംഗ എന്ത് പറയണമെന്നറിയാതെ ആകെ അങ്ങനെ ഭയന്ന് നിൽക്കുമ്പോ, ഞാൻ എന്ന് പറഞ്ഞ് ആകെ ഭയന്ന് വരച്ചങ്ങനെ ഗംഗ പിന്നിലേക്ക് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗംഗയുടെ ദേഹത്തേക്ക് ഗൗരിയുടെ ആത്മാവ് കയറുന്നു. ഗൗരിയുടെ ആത്മാവ് ദേഹത്തേക്ക് കയറിയ ആ നിമിഷം ഗംഗ പെട്ടെന്ന് ഗൗരിയുടെ ആത്മാവ് തന്റെ ദേഹത്ത് പ്രവേശിച്ച ആ നിമിഷം തന്നെ ഗംഗ ദേഷ്യത്തോടെ ശ്രേയക്ക് നേരെ നോക്കി. ശ്രേയ ആകെ കലിയോടെ മുഖം തിരിക്കുമ്പോ ശ്രേയയുടെ നേരെ നോക്കി ഗംഗ ചോദിച്ചു, അതെ, ആരാ മഹിയേട്ടന്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തത് എന്ന് ചോദിച്ചതും ശ്രേയ പറഞ്ഞു, അത് നീയല്ലേ ആ പ്രവൃത്തി ചെയ്തത്, അത് എന്നോടാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചതും വീണ്ടും ശ്രേയയുടെ ദേഹത്തേക്ക് ഗംഗ തല്ലുന്നു. സത്യം പറ, ആരാ മഹിയേട്ടന്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തത് എന്ന് ചോദിച്ചതും ശ്രേയ പറഞ്ഞു, അയ്യോ ഞാനല്ല, എന്നെ തല്ലാതെ, ഞാനല്ല എന്ന് പറഞ്ഞ് ശ്രേയ വേഗം വീട്ടിലേക്ക് ചാടിക്കയറി. ശ്രേയ ബെഡിലേക്ക് വീണ്ടും ഗംഗ ചൂരിലുമായിട്ട് സത്യം പറയുന്നുണ്ടോ, സത്യം പറയില്ലല്ലേ നീ എന്ന് ചോദിച്ച് ശ്രേയ തലങ്ങും വിലങ്ങും തല്ലുന്നു. ഉടനെ ശ്രേയ അവിടെ നിന്ന് വിളിച്ചു, അമ്മേ ഓടി വായോ, ഇവിടെ ആരെങ്കിലും ഒന്ന് പിടിച്ചു മാറ്റോ എന്ന് പറഞ്ഞു. ശ്രേയക്ക് വീണ്ടും തല്ല് കിട്ടുന്ന വേദനയിൽ ശ്രേയ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തില്ല. വീണ്ടും ഗംഗ ശ്രേയയെ തല്ലിക്കൊണ്ടേയിരുന്നു. ആ സമയത്ത് ശ്രേയ ഗംഗയുടെ അരികിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായി പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നതും അവിടെ ആ ഹാളിൽ വെച്ച് ശ്രേയക്കിട്ട് വീണ്ടും ഗംഗ തല്ലുന്നു. സത്യം പറയടി, ആരാ, നീയല്ലേ മഹിയേട്ടന്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തത് എന്ന് ചോദിച്ച് വീണ്ടും ശ്രേയക്കിട്ട് തല്ലു കൊടുത്തു. ഈ സമയത്ത് ശ്രേയ അവിടെ കിടന്ന് അമ്മയൊന്ന് ഓടി വായോ, ഇവിടെ ഒന്ന് പിടിച്ചു മാറ്റുവോ, നീ പറയില്ലല്ലേ എന്ന് ചോദിച്ച് ശ്രേയക്കിട്ട് വീണ്ടും ഗംഗ ചൂരിൽ വെച്ച് തല്ലു കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഹൈമവതി അവിടേക്ക് എത്തി. ഹൈമവതി ഓടി വന്ന് ഗംഗയെ പിടികൂടി. നീ എന്താടി എന്നെ മോളെ ചെയ്യുന്നത് എന്ന് ചോദിച്ച് ഗംഗയുടെ നേരെ പാഞ്ഞെടുക്കുകയാണ് ഹൈമവതി. ആ സമയത്ത് ഓടി വരുന്ന ഹൈമവതിയെ കണ്ട് ഗംഗ ഹൈമവതിക്കിട്ടും തല്ലുന്നു. സത്യം പറയടി, ആരാ മഹിയേട്ടന്റെ അമ്മയ്ക്ക് വിഷം കൊടുത്തത് എന്ന് ചോദിച്ച് ശ്രേയയുടെ തല്ല് കിട്ടിയതുപോലെ തന്നെ ഹൈമവതിക്കിട്ടും തലങ്ങനെയും വിലങ്ങനെയുമായിട്ട് ഗംഗ തല്ലുകൊടുത്തു. ഗംഗയെ പിടിച്ചു മാറ്റാനായി അരികിലേക്ക് പാഞ്ഞെത്തിയ ഹൈമവതിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഗംഗ ഹൈമവതിയെ മാറ്റി നിർത്തി.
മര്യാദയ്ക്ക് സത്യം പറയുന്നതാ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് ഗംഗ ദേഷ്യത്തോടെ ഗംഗയുടെ അരികിൽ നിന്ന് ശ്രേയക്കിട്ടും ഹൈമവതിക്കിട്ടും മാറി മാറി ഗംഗ തല്ലി. അവസാനം ശ്രേയെ വിട്ടിട്ട് ഗംഗ തല്ലുമായി ഹൈമവതിക്ക് നേരെ പാഞ്ഞു. ഹൈമവതിയെ വീണ്ടും ചൂരിൽ വെച്ച് തല്ലു കൊടുക്കുന്നത് കണ്ട് ഹൈമവതി ശ്രേയോട് വിളിച്ചു പറഞ്ഞു, എടി മോളെ, ഇവളെ പിടിച്ചു മാറ്റടി, ഇവിടുത്തെ എനിക്കിട്ട് തല്ലുന്നു എന്ന് പറഞ്ഞ് ഹൈമവതി നിലവിളിച്ചു. അവസാനം ശ്രേയ ഒരു വിധത്തിൽ നിലത്ത് നിന്ന് എഴുന്നേറ്റു. ഹൈമവതി ഈ സമയത്ത് തല്ല് വാങ്ങിച്ചു കൂട്ടുകയും ശ്രേയ ഹൈമവതിയോട് പറഞ്ഞു, അമ്മേ, ഇവളെ വല്ലതും പിടിച്ചു കെട്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞത് ഹൈമവതിയെ പെട്ടെന്ന് ശ്രേയ സംസാരിക്കുന്നത് കേട്ട് ഹൈമവതിയെ തല്ലിക്കൊണ്ടിരുന്ന ഗംഗ നേരെ ശ്രേയക്ക് നേരെ തിരിഞ്ഞു. ഈ സമയത്ത് ശ്രേയ വേഗം നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഉടനെ ഹൈമവതിയോട് പറഞ്ഞു, അമ്മയെ, നമുക്ക് വേഗം പൂജാമുറിയിലേക്ക് ഓടി പോകാം, ഓടി വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി സ്റ്റെയർ ഇറങ്ങി ഓടി അവസാനം പൂജാമുറിയിൽ ചെന്ന് കയറി. ഹൈമവതിയും ശ്രേയയും കൂടി പൂജാമുറിക്ക് അകത്ത് കയറി അങ്ങ് നിൽക്കുന്നതോടെ ഗംഗ കയ്യിലിരുന്ന ചൂരലുമായിട്ട് വേഗം ശ്രേയയുടെയും ഹൈമവതിയുടെയും നേരെ പായാനായി ഒരുങ്ങി. അപ്പോഴേക്കും ശ്രേയയുടെ ബുദ്ധി ഫലിച്ചതുപോലെ ഗംഗയുടെ ദേഹത്തുണ്ടായിരുന്ന ഗൗരിയുടെ ആത്മാവിന് പൂജാമുറിയിലേക്ക് കയറാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എത്ര ശ്രമിച്ചിട്ടും ആ പൂജാമുറിയിലേക്ക് കയറാൻ കഴിയാത്തത് കൊണ്ട് പെട്ടെന്ന് ഗൗരിയുടെ ആത്മാവ് ഗംഗയുടെ ദേഹത്ത് നിന്ന് പുറത്തേക്ക് കടന്നു. ഈ സമയത്ത് ഗംഗ പഴയതുപോലെ ആകെ വിഷമത്തോടെ സങ്കടഭാവത്തിൽ അങ്ങനെ ഇരുന്നു. ഗൗരി പുറത്തിറങ്ങിയതിനു ശേഷം തന്റെ ആ ഒരു ശ്രമം പരാജയപ്പെട്ടതിന്റെ കലിയോടെ ഗൗരി അവിടെ നിന്ന് മാഞ്ഞു. ഈ സമയത്ത് പൂജാമുറിയിൽ കയറിയിരിക്കുന്ന ഹൈമവതിയെയും ശ്രേയയെയും ഗംഗ കാണാനിടയായി. അവരെ കണ്ടതോടെ ഗംഗയ്ക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി. ഗൗരി ചേച്ചി എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് കയ്യിലിരുന്ന ആ ചൂരിലേക്ക് നോക്കി ഗംഗ ഓർമ്മിച്ചു. അകത്ത് പൂജാമുറിയിൽ നിൽക്കുന്ന ശ്രേയയും ഹൈമവതിയും ദേഹമാസകലം തൂത്ത് തലോടിക്കൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ടതോടെ ഗംഗയ്ക്ക് ആകെ സംശയമായി. ദൈവമേ, എന്താ ഒപ്പിച്ചത് എന്ന് ആശങ്ക നിൽക്കുമ്പോ ശ്രേയ ചോദിച്ചു, എന്താടി, എന്താ നിനക്കിപ്പോ മതിയായോ എന്ന് ചോദിച്ച ഉടനെ വേഗം ഹൈമവതി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയിട്ട് ഇവളെന്താ ഒന്നും മിണ്ടാതെ പോയത് എന്ന് ശ്രേയയോട് ഹൈമവതി ചോദിച്ചു. പൂജാമുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ വീണ്ടും തല്ല് കിട്ടുമല്ലോ എന്ന ആശങ്കയിൽ ഹൈമവതി വീണ്ടും ഭയത്തോടെ പൂജാമുറിയിലേക്ക് കയറിയതോടെ ശ്രേയ പറഞ്ഞു, എന്റെ അമ്മേ, അവളല്ല, ഗംഗയല്ല നമ്മളെ തല്ലിയത്, അവളുടെ ദേഹത്ത് ആ ഗൗരിയുടെ ആത്മാവ് കയറിയിട്ടുണ്ട്, അവളാ നമ്മളെ തല്ലിയത് എന്ന് ശ്രേയ ഹൈമവതിയോട് പറഞ്ഞു. ഇത് കേട്ടതും ഹൈമവതി പറഞ്ഞു, ആഹാ, ഇത് കൊള്ളാമല്ലോ, നീ ഗൗരിയുടെ ആത്മാവ് ദേഹത്ത് പ്രവേശിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ അഭിനയിച്ചു നടക്കുന്നു, എന്നാ സത്യത്തിൽ ഗൗരിയുടെ ആത്മാവ് കയറുന്നത് ആ ഗംഗയുടെ ദേഹത്തും. ഇതെന്തൊരു കാര്യമാ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എന്താ ചെണ്ടയാണോ? വരുന്നവരും പോകുന്നവരും എല്ലാം നിന്നെ എടുത്തതല്ല എന്ന് ശ്രേയയോട് ഹൈമവതി ചോദിച്ചു. ഇത് കേട്ടതും ഹൈമവതിയോട് ശ്രേയ പറഞ്ഞു, അമ്മേ, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ അത് ഗുരുവമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഞാൻ ഗുരുവമ്മയെ വിളിച്ചിരുന്നോ, അതുകൊണ്ട് ഗുരുവമ്മ പറഞ്ഞത് ഉടനെ തന്നെ എല്ലാത്തിനും ഉള്ള പരിഹാരം കാണാനുള്ള സമയമായെന്നും ഒരു സമാധാനത്തിന്റെ ഒരു സന്തോഷത്തിന്റെ ഒക്കെ ആയിട്ടുള്ള ഒരു സൂചന വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാത്തിനും ഒരു പരിഹാരം കാണാനുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഗുരുവമ്മയെ പോയി കണ്ടേ പറ്റൂ എന്ന് ഹൈമവതിയോട് ശ്രേയ അറിയിച്ചു. ശരി, അങ്ങനെ തന്നെ ആട്ടെ എന്ന് ശ്രേയയ്ക്ക് വാക്ക് നൽകുന്നു ഹൈമവതി. ഉടനെ തന്നെ ശ്രേയയും ഹൈമവതിയും ഗുരുവമ്മനെ കാണാൻ പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ അവിടെ ഐസിയിലായിരുന്ന ദേവിയാനിയെ വാർഡിലേക്ക് മാറ്റി. അങ്ങനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് അവിടെ ഡോക്ടർ വന്ന് ദേവിയാനിയെ പരിശോധിച്ചു കഴിയുമ്പോൾ ദേവിയാനി കണ്ണു തുറന്നു. അരികിൽ നിൽക്കുന്ന രാഹുലിനെയും ഒപ്പം മഹിയെയും കണ്ടു. കൂടെ മഹിയുടെ കൂടെ നിൽക്കുന്ന ഗംഗയെ കൂടി കണ്ടതോടെ ദേവയാനി പെട്ടെന്ന് മോനെ മഹി എന്ന് വിളിച്ചത് കേട്ട് മഹി സന്തോഷത്തോടെ ദേവയാനിക്ക് അരികിലേക്ക് ചെന്നു. അമ്മേ എന്ന് വിളിച്ച് രാഹുലൻ തൊട്ടരികിൽ ചെന്നു. ഉടനെ ഡോക്ടർ പറഞ്ഞു, മഹി, ഇനി പേടിക്കാനൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടറും നഴ്സും അവിടെ നിന്ന് പോയി. ഈ സമയത്ത് തന്റെ കാൽച്ചൂട് നിൽക്കുന്ന ഗംഗയെ ദേവയാനി കാണാനിടയായി. ഗംഗയെ കണ്ടതും ദേവയാനി മുഖം തിരിച്ചു. ആകെ ദേഷ്യത്തോടെ ദേവയാനിയുടെ മുഖം മാറുന്നത് കണ്ടതോടെ മഹിക്കും ആകെ ആശങ്കയായി. ഉടനെ ദേവയാനിയുടെ ആ ഒരു പെരുമാറ്റം കണ്ട് ഗംഗ വേഗം മഹിയേട്ടന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാനായി ഗംഗ ഒരുങ്ങിയത്. ഉടനെ ദേവയാനി ചോദിച്ചു, മഹി, ഇവളെ ഇപ്പോഴും നീ വീട്ടിൽ തന്നെ നിർത്തിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. എനിക്ക് ജ്യൂസിൽ വിഷം കലർത്തി തന്നിട്ട് നിനക്ക് ഒരു കുഴപ്പവുമില്ലേ? നിനക്കതിൽ യാതൊരു ദേഷ്യമോ പരിഭവോ ഒന്നുമില്ലേ മഹി എന്ന് ചോദിച്ചപ്പോ മഹി പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഞാൻ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗംഗ പറഞ്ഞു, മഹിയേട്ടന് ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് മഹിയേട്ടന് അറിയാം. അതുകൊണ്ട് മഹിയേട്ടന് എന്നെ സംശയമില്ലാത്തത് കൊണ്ടാണ്, ഒരു കുഴപ്പവും ഞാൻ ഉണ്ടാക്കത്തില്ലാത്തത് കൊണ്ടുമാണ് എന്നോട് ഇവിടേക്ക് വരാനായി മഹിയേട്ടൻ അനുവദിച്ചത് എന്ന് ദേവയാനിയോട് ഗംഗ പറഞ്ഞു. ഇത് കേട്ടതും ദേവയാനി പറഞ്ഞു, മഹി, ഇവളെ ഇനി എനിക്ക് കാണണ്ട.
ഇവളെ എത്രയും വേഗം ഇവിടെ നിന്ന് പറഞ്ഞു വിട് എന്ന് പറഞ്ഞ് ഗംഗയുടെ നേരെ ദേവയാനി മുഖം തിരിച്ചു. ഇത് കണ്ടതോടെ രാഹുൽ പറഞ്ഞു, ഗംഗ ഇനി ഇവിടെ നിൽക്കണ്ട, വെറുതെ അമ്മയുടെ പ്രഷർ കൂട്ടണ്ട എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ജ്യൂസിൽ എങ്ങനെയാണ് വിഷം വന്നതെന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ ദേവയാനി പറഞ്ഞു, കടന്നു പോ പുറത്ത്. അത് കേട്ട ഉടനെ ഗംഗ ആകെ വിഷമത്തിലായി. ഉടനെ ഗംഗ സങ്കടത്തോടെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ നകുൽ ദേവയാനി എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയുവാനായി ഹോസ്പിറ്റലിലേക്ക് വന്നെത്തി. അവിടെ കണ്ട ഒരു നേഴ്സിനോട് വിവരങ്ങളൊക്കെ നകുൽ ചോദിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കയറി പോന്നു. ഈ സമയത്ത് ഗുരുവമ്മയുടെ അരികിലേക്ക് ശ്രേയയും ഹൈമവതിയും എത്തി. ഗുരുവമ്മ ഹൈമവതിയോടും ശ്രേയയോടും ഗൗരിയുടെ ആത്മാവ് ഗംഗയുടെ ദേഹത്ത് പ്രവേശിക്കുന്നതിനെ കുറിച്ചും അങ്ങനെ ഗംഗയുടെ ദേഹത്ത് ആ ആത്മാവ് പ്രവേശിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അവിടെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഫലിക്കാതെ പോകുന്നതും, മാത്രമല്ല മഹിയുടെ ജീവിതത്തിലേക്ക് ഗംഗ കടന്നു വരാനുള്ള കാരണവും അതൊക്കെ തന്നെയായിരുന്നുവെന്നും എല്ലാത്തിനും ഒരു പരിഹാരം ഉടനെ നമുക്ക് കണ്ടെത്താമെന്നും അത് ആ പരിഹാരവും കണ്ടെത്തി തന്നെയാണ് താൻ ഇവിടെ എത്തിയിരിക്കുന്നതെന്നും ഗുരുവമ്മ അറിയിച്ചു. അപ്പോഴാണ് ദേവയാനിയുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ഗംഗ അവിടെ നകുൽ വരുന്നത് കണ്ടത്. നകുൽ ആ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് കണ്ടതോടെ ആകെ സംശയത്തിലായി ഗംഗ. നകുൽ എന്തിനാ ഇവിടെ വന്നത് എന്ന സംശയത്തോടെ ഗംഗ നകുലിനെ ഫോളോ ചെയ്യാനായി തീരുമാനിക്കുന്നു.